അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത മദ്രസ വാർഷിക പരീക്ഷയിൽ 4-ാം തരത്തിലെ താരീഖിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ 7 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഹിജ്റ, 2 മസ്ജിദുൽ അഖ്സ, 3 ഒന്നാം അഖബ ഉടമ്പടി, 4 രണ്ടാം അഖബ ഉടമ്പടി, 5 ഉപരോധം, 6 നജാഷി, 7 ആദ്യത്തെ പാലായനം. അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് നുബുവത്തിൻ്റെ 13-ാം വർഷം അസ്ഹിമ, നുബുവത്തിൻ്റെ 12-ാം വർഷം സൗർ ഗുഹ, ഫലസ്തീൻ, എത്യോപ്യ 3 വർഷം. ഇനി സെക്ഷൻ 2 പൂർത്തിയാക്കാം. 1, അവർക്ക് മക്കയിൽ വിവരങ്ങൾ എത്തിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഡാഷ് എന്ന ആളായിരുന്നു. 2, ഇനാമിൽ കണ്ണുവെച്ച് അവരിൽ പലരും തിരഞ്ഞു. 3, ഡാഷ് തൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങുവാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചു. ആരോടാണ് നിർദ്ദേശിച്ചത്? 4, ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ താങ്കളെയും അനുയായികളെയും ഡാഷ്. ഇനി സെക്ഷൻ 3 എണ്ണം എഴുതാം. എത്യോപ്യയിലേക്ക് ആദ്യം പോയവരുടെ എണ്ണം എത്ര? 2, രണ്ടാം അഖബ ഉടമ്പടി ചെയ്ത പുരുഷന്മാരുടെ എണ്ണം എത്ര? 3, ഹിജ്റയിൽ എത്ര ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിൽ എത്തിച്ചേർന്നു? ഇനി സെക്ഷൻ 4 ഉത്തരം എഴുതാം. 1, രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മദീനയിലെ പ്രധാന കുടുംബങ്ങൾ ഏതെല്ലാം? 2, ഇസ്രാ എന്നാൽ എന്ത്? 3, തായിഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര? 4, ഹിജ്റ എത്രാം വർഷമാണ് നജാഷി രാജാവ് വഫാത്തായത്? 5, നുബുവത്തിൻ്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു ഇത്. ഏത് സംഭവം? ഇനി സെക്ഷൻ 5 ആര് പറഞ്ഞു എന്ന് എഴുതുക. 1, അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. ഇതാരാണ് പറഞ്ഞത്? രണ്ടാമത്തത് അരുത്, അങ്ങനെ ചെയ്യരുത്. അതാര് പറഞ്ഞു? 3, ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക. ഇതാര് പറഞ്ഞു? 4, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഇതാരാണ് പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ് 4-ാം തരത്തിലെ വാർഷിക പരീക്ഷയിൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങൾ വായിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.